നിങ്ങളിപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സന്ത് രാംപാൽ മഹാരാജ് എഴുതിയ ദ വേ ഓഫ് ലിവിംഗ്, ജീവിക്കേണ്ട മാർഗം എന്ന പുസ്തകത്തിലെ പേജ് നമ്പർ 163. ഗരുഡന്റെ പ്രസ്താവന. ज्ञानी गरुड़ है दास तुम्हारा, तुम बिन नहीं जीव निस्तारा. इतना कह गरुड़ चरण लिपटाया, शरण लेवो अविगत राया. कबहू ना छोऊं तुम्हारा शरणा, तुम साहब हो तारण तरना. पत्थर बुद्धि पर पड़े है ज्ञानी, हो तुम पूर्ण ब्रह्मा लिया हम जानी. പരിഭാഷ. ഗരുഡ്ജി കബീർജിയോട് പറഞ്ഞു, ഓ ജ്ഞാനിയായ കബീർജി, ഞാൻ ഗരുഡ് നിങ്ങളുടെ സേവകനാണ്. നീയില്ലാതെ ഒരു ആത്മാവിന്റെ മോക്ഷം സാധ്യമല്ല. കബീർജി ധർമ്മദാസ്ജിയോട് പറഞ്ഞു. ഇത് പറഞ്ഞപ്പോൾ ഗരുഡൻ എന്റെ പാദങ്ങളിൽ മുറുകെ പിടിച്ചു പറഞ്ഞു, അല്ലയോ പരമേശ്വര, എന്നെ അങ്ങയുടെ അഭയത്തിൽ സ്വീകരിക്കണേ. ഞാൻ ഒരിക്കലും നിന്റെ അഭയം ഉപേക്ഷിക്കുകയില്ല. നിങ്ങളാണ് യഥാർത്ഥ രക്ഷകൻ, അതായത് സമ്പൂർണ്ണ രക്ഷയുടെ ദാതാവ്. ജ്ഞാനിയായ കബീർജി, നമ്മുടെ ജീവികളുടെ ബുദ്ധി അജ്ഞതയാൽ കീഴടക്കപ്പെടുന്നു. നീ മാത്രമാണ് പൂർണ്ണദൈവമെന്ന് ഇപ്പോൾ എനിക്ക് ബോധ്യമായി. ജ്ഞാനിയുടെ കബീറിന്റെ പ്രസ്താവന. तब हम गरुड़ को 5 नाम सुनाया, तब वाकु संशय आया. यह तो पूजा देवतन की दाता, या से कैसे मोक्ष विधाता. तुम तो कहो दूसरा अविनाशी, वहां से कटे काल की फांसी. नायब से कैसे साहेब डरही, कैसे मैं भवसागर तिरही. വിവർത്തനം. പരമോന്നത ദൈവം കബീർ ധർമ്മദാസ്ജിയോട് പറഞ്ഞു, ഗരുഡന്റെ അഭ്യർത്ഥന പ്രകാരം ശരീരത്തിൽ നിർമ്മിച്ച കമലങ്ങളിൽ കാണപ്പെടുന്ന ദേവന്മാരുടെയും ദുർഗാദേവിയുടെയും ആരാധനയ്ക്കുള്ള 5 നാമങ്ങളുടെ മന്ത്രങ്ങൾ, ദീക്ഷാമന്ത്രം ഞാൻ അദ്ദേഹത്തിന് നൽകി. അപ്പോൾ ഗരുഡന് ഒരു സംശയമുണ്ടായി. ദൈവമേ, നിങ്ങൾ ഈ മന്ത്രങ്ങൾ ദേവന്മാരുടെ ആരാധനയ്ക്കായി നൽകിയിട്ടുണ്ട്. എന്നാൽ സത്യപുരുഷാണ് ഇവരിൽ നിന്ന് വേറിട്ട് നിൽക്കുന്ന യഥാർത്ഥ അമർത്യ ദൈവമെന്ന് താങ്കൾ പറഞ്ഞല്ലോ. അദ്ദേഹം കാലന്റെ അടിമത്തം മറക്കുന്നു. ഈ ദൈവങ്ങളെ ആരാധിച്ചാൽ എങ്ങനെ പൂർണ്ണമായ മോക്ഷം ലഭിക്കും? ഇവരാണ് നൈബ്, അതായത് ജൂനിയർ ദൈവങ്ങൾ. അവരുടെ സാഹിബ്, അതായത് യജമാനൻ, കാലദൈവമാണ്. സാഹിബ് യജമാനൻ എങ്ങനെ ഒരു നായിബിനെ, അതായത് ഒരു ജൂനിയർ ദൈവത്തെ ഭയപ്പെടും? അതായത് ഈ ദൈവങ്ങളുടെ ആരാധനയാൽ നമുക്ക് എങ്ങനെ കാലന്റെ കെണിയിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയും? ജ്ഞാനിയുടെ കബീറിന്റെ പ്രസ്താവന. साधना को पूजा मत जानो, साधना पूर्ण मजदूरी मानो. जो को आम्र फल खानो चाहे, पहले बहुते मेहनत करावे. धन होवे फल आम्र खावे, आम्र फल इष्ट कहावे. पूजा इष्ट पूज्य की कहिए, ऐसे मेहनत साधना लहिए. यह सुन गरुड़ भयो आनंदा, संशय सूल क्यों निकंदा. അർത്ഥം. ഗരുഡൻ പരമാത്മാവായ കബീർജിയോട് പറഞ്ഞു, പരമദൈവമേ, നിങ്ങൾ ഈ ദൈവങ്ങളുടെ നാമമന്ത്രം മാത്രമാണ് നൽകിയത്. ഇതാണ് അവരുടെ ആരാധന, അതായത് പൂജ. ഈ ദൈവങ്ങൾക്ക് 16 കഴിവുകൾ മാത്രമേ ഉള്ളൂ എന്ന് നിങ്ങൾ പറഞ്ഞു. കാലന് 1000 കഴിവുകളുണ്ട്. കലാസ്, അനന്തമായ കഴിവുകളുള്ള, അതായത് കലാസുള്ള പരമോന്നത ദൈവമാണ് പൂർണ്ണബ്രം, സമ്പൂർണ്ണ ദൈവം. സൃഷ്ടിരചനയിലും നിങ്ങൾ പരാമർശിച്ചിട്ടുണ്ട്. കാലൻ നിങ്ങളെ തടഞ്ഞു വെച്ചിരിക്കുകയാണ്. ബ്രഹ്മാവ്, വിഷ്ണു, ശിവജി എന്ന 3 ദൈവന്മാരും കാലബ്രഹ്മിന്റെ നിയന്ത്രണത്തിലാണ്. പരമദൈവമേ, സാഹിബിന്, യജമാനന്, നായിബിന്, കീഴാളനെ എങ്ങനെ ഭയപ്പെടാനാകും? അതായത് ബ്രഹ്മാവ്, വിഷ്ണു, ശിവൻ എന്നിവർ കാലബ്രഹ്മിന്റെ കീഴാളർ മാത്രമാണ്. ഉദാഹരണത്തിന്, ഒരു നായിബ് തഹസിൽദാർ ഒരു ജൂനിയർ തഹസിൽദാർ ആണ്. പിന്നെ എങ്ങനെ ഒരു സീനിയർ ജൂനിയറിനെ പേടിക്കും? ഈ ദേവന്മാർ കാലബ്രഹ്മിന്റെ നായിബ് ആണെന്നാണ് അർത്ഥം. നിങ്ങൾ അവരുടെ ആരാധനക്രമം നൽകി, നിങ്ങൾ അവരുടെ പാരായണ മന്ത്രങ്ങൾ നൽകി. എങ്ങനെയാണ് ഈ നായിബുകൾക്ക് അവരുടെ സാഹബിൽ നിന്ന്, അതായത് മാസ്റ്ററിൽ നിന്ന്, കാൽ ബ്രഹ്മിൽ നിന്ന് നമ്മെ മോചിപ്പിക്കാൻ കഴിയുക? പൂജയും, അതായത് ആരാധനയും സാധനയും മതപരമായ ആചാരങ്ങളും തമ്മിലുള്ള വ്യത്യാസം പരമോന്നത ദൈവം കബീർജി വിശദീകരിച്ചു. ആരെങ്കിലും മാമ്പഴം കഴിക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ മാമ്പഴമാണ് അവന്റെ ആരാധ്യ വസ്തു. നിങ്ങൾ ഇപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സന്ത് രാംപാൽ മഹാരാജ് എഴുതിയ ദ വേ ഓഫ് ലിവിംഗ്, ജീവിക്കേണ്ട മാർഗം എന്ന പുസ്തകത്തിലെ പേജ് നമ്പർ 165.
ആ ആദരണീയമായ വസ്തു നേടാനുള്ള ശ്രമത്തെ സാധന, മതപരമായ ആചാരം എന്ന് വിളിക്കുന്നു. ഉദാഹരണത്തിന്, പണം സമ്പാദിക്കാൻ ഒരാൾ കഷ്ടപ്പെടണം. ആ പണം കൊണ്ട് ഒരു മാമ്പഴം വാങ്ങി തിന്നും. അതുപോലെ സമ്പൂർണ്ണ ദൈവം നമ്മുടെ ആരാധ്യനായ ദൈവമാണ്. ദൈവങ്ങളുടെ മന്ത്രങ്ങൾ ചൊല്ലുന്നത് നമ്മുടെ കഠിനാധ്വാനമാണ്, അധ്വാനമാണ്. കാലബ്രഹ്മിലേക്കുള്ള മന്ത്രങ്ങൾ ഉരുവിട്ട് നമുക്ക് ലഭിക്കുന്ന ഭക്തി സമ്പത്ത് ഉപേക്ഷിച്ച് കടം രഹിതരാകുന്നതിലൂടെ നമുക്ക് നമ്മുടെ ആരാധനാമൂർത്തിയായ കബീർ, കവീരദേവൻ, ദൈവത്തെ ലഭിക്കും. ഇത് കേൾക്കുമ്പോൾ ഗരുഡൻ സന്തോഷിച്ചു. ഒരു സമ്പൂർണ്ണ ഗുരുവിന് മാത്രമേ സംശയം തീർക്കാൻ കഴിയൂ എന്നതിനാൽ തന്റെ ഗുരു പൂർണ്ണ ഗുരുവാണെന്നതിന്റെ തെളിവും അദ്ദേഹത്തിന് ലഭിച്ചു. ഗരുഡ് ദീക്ഷ സ്വീകരിച്ചു. പരമോന്നത ദൈവം കബീർജി ഗരുഡനെ തേത്രായുഗത്തിൽ അഭയം കൊടുത്തു. വിഷ്ണുജിയുടെ ബോധവൽക്കരണം കാരണം അദ്ദേഹത്തിന്റെ പ്രമാണം ആവർത്തിച്ച് ശ്രദ്ധിച്ചതിനാലും ശ്രീ വിഷ്ണുജി ചെയ്ത ചില അത്ഭുതങ്ങൾ കണ്ടതിനാലും ഗരുഡ്ജിക്ക് ഗുരുജിയിലുള്ള വിശ്വാസം കുറഞ്ഞു. പക്ഷെ അദ്ദേഹം ഗുരുദ്രോഹി, ഗുരു രാജദ്രോഹി ആയില്ല. ചില ജന്മത്തിൽ അവൻ വീണ്ടും ഒരു മനുഷ്യ ശരീരം പ്രാപിക്കും. അപ്പോൾ പരമോന്നത ദൈവമായ കബീർജി ഗരുഡ്ജിയുടെ ആത്മാവിനെ തന്റെ അഭയകേന്ദ്രത്തിലെത്തി മോചിപ്പിക്കും. ദീക്ഷ സ്വീകരിച്ച ശേഷം ബ്രഹ്മാവ്, വിഷ്ണു, ശിവൻ എന്നിവരുമായി വിജ്ഞാനത്തെക്കുറിച്ച് ഒരു ചർച്ച നടത്താൻ ഗരുഡ്ജി തീരുമാനിച്ചു. ഗരുഡ്ജി ബ്രഹ്മാജിയുടെ അടുത്തേക്ക് പോയി അദ്ദേഹവുമായി ചർച്ച നടത്തി. ബ്രഹ്മാവിനോടുള്ള ഗരുഡന്റെ പ്രസ്താവന: ब्रह्मा कहा तुम कैसे आए, कहो गरुड़ मोहे अर्थाए, तब हम कहा सुनो निरंजन पूता, आया तुम्हें जगावन सूता, जन्म मरण एक झंझट भारी, पूर्ण मोक्ष कराओ त्रिपुरारी. വിവർത്തനം: പരമോന്നത ദൈവമായ കബീറിൽ നിന്ന് ദീക്ഷ സ്വീകരിച്ച ശേഷം ലോകത്തിന്റെ സൃഷ്ടിയുടെ കഥ കേട്ടപ്പോൾ പുരാണങ്ങളിലും വേദങ്ങളിലുമുള്ള അറിവ് കബീർജിയുടെ അറിവുമായി പൊരുത്തപ്പെടുന്നുവെങ്കിൽ മറ്റ് അറിവുകൾക്കും കഴിയുമെന്ന് ഗരുഡിന് പൂർണ്ണ ആത്മവിശ്വാസം ലഭിച്ചു. തെറ്റു ചെയ്യരുത്. സൃഷ്ടാവിനല്ലാതെ മറ്റാർക്കും, അതായത് പരമോന്നത ദൈവത്തിനല്ലാതെ പ്രകൃതിയുടെ സൃഷ്ടിയെക്കുറിച്ചുള്ള അറിവ് വിവരിക്കാൻ കഴിയില്ല. ഇത് ഒരു ജ്ഞാനിയല്ല, മറിച്ച് പരമമായ ദൈവം തന്നെയാണ്. ഇത് ചിന്തിച്ച് ഗരുഡ്ജി ശ്രീ ബ്രഹ്മാജിയുടെ ലോകത്തിലേക്ക് പോയി. കാരണം ബ്രഹ്മാജി വേദങ്ങളുടെ അറിവായി കണക്കാക്കപ്പെടുന്നു. ബ്രഹ്മാവ് ഗരുഡന്റെ സന്ദർശനത്തിന്റെ കാരണം ചോദിച്ചു. പറയൂ ഗരുഡ്, നിങ്ങളെ ഇവിടെ കൊണ്ടുവന്നത് എന്താണ്? കാരണം വിശദീകരിച്ചുകൊണ്ട് ഗരുഡൻ പറഞ്ഞു: ഹേ ജ്യോതി നിരഞ്ജന്റെ പുത്രനായ ബ്രഹ്മാവേ, എന്റെ സന്ദർശനത്തിന്റെ കാരണം ശ്രദ്ധിക്കുക. ഞാൻ വന്നിരിക്കുന്നത് നിങ്ങളെ ഉണർത്താനാണ്. അതായത് അജ്ഞതയുടെ അന്ധകാരത്തിൽ നീ ഉറങ്ങുന്നതിനാൽ തത്വജ്ഞാനത്തിലൂടെ മുന്നറിയിപ്പ് നൽകാനാണ് ഞാൻ വന്നത്. ജനന മരണ പ്രതിസന്ധി സ്വയം പൂർണ്ണമായി മോചിതനാകുക. ബ്രഹ്മാവിന്റെ പ്രസ്താവന: हमरा कोई नहीं जन्मदाता, केवल एक हमारी माता, पिता हमारा निराकर जानी, हम है पूर्ण सारंग पानी, हमरा मरण कभू नहीं होवे, कौन अज्ञान में पक्षी सोवे, तभी ब्रह्मा विमान मंगावा, विष्णु ब्रह्मा को तुरंत बुलावा, गए विमान दोनों पासा, पल में आन विराजे पासा, इंद्र कुबेर वरुण बुलाए, 33 करोड़ देवता आए, आए ऋषि मुनि और नाथा, सिद्ध साधक सब आ जाता, ब्रह्मा कहा गरुड़ नींद में बोले, कोरी झूठ कुफर बहु तोले, कह कोई और है सिरजनहारा, जन्म मरण बतावे हमारा, ताते में यह मजलिस जोड़ी, गरुड़ के मन क्या बाता दौड़ी, ऋषि मुनि अनुभव बताता, ब्रह्मा विष्णु शिव विधाता, निर्गुण सरगुण यही बन जावे, कभू नहीं मरण में आवे. പരിഭാഷ: ബ്രഹ്മാവ് പറഞ്ഞു: ഓ ഗരുഡ്ജി, ഞങ്ങൾക്ക് ജനനമോ മരണമോ ഇല്ല. ഞങ്ങൾക്ക് മാതാപിതാക്കളില്ല. ഞങ്ങൾക്ക് ഒരു അമ്മ മാത്രമേയുള്ളൂ. ഞങ്ങളുടെ പിതാവ് രൂപരഹിതനാണ്. നിങ്ങൾ ഇപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സന്ത് രാംപാൽ മഹാരാജ് എഴുതിയ ദ വേ ഓഫ് ലിവിംഗ്, ജീവിക്കേണ്ട മാർഗം എന്ന പുസ്തകത്തിലെ പേജ് നമ്പർ 166. ഞങ്ങൾക്ക് മാതാപിതാക്കളില്ല. ഞങ്ങൾക്ക് ഒരു അമ്മ മാത്രമേയുള്ളൂ. ഞങ്ങളുടെ പിതാവ് രൂപരഹിതനാണ്. ഞങ്ങൾ പൂർണ്ണ ദൈവമാണ്. സാരംഗ് എന്നാൽ വില്ല്, പാണി എന്നാൽ കൈ. കയ്യിൽ വില്ല് വഹിക്കുന്നവനെ ഈ കാലന്റെ ലോകത്തുള്ളവർ ദൈവമേ എന്ന് വിളിക്കുന്നു. ഹേ പക്ഷി ഗരുഡ, നീ ഉറക്കത്തിൽ ഉറങ്ങുകയാണ് അറിവില്ലായ്മയുടെ. കേൾക്കൂ,
നമ്മൾ ഒരിക്കലും ജനിക്കുകയോ മരിക്കുകയോ ചെയ്യുന്നില്ല. ആ നിമിഷം തന്നെ ബ്രഹ്മാവ് ഒരു വിമാനം അയച്ച് സാരഥിയോട് വിഷ്ണുവിനെയും ശിവനെയും കൊണ്ടുവരാൻ പറഞ്ഞു. വിമാനം ഒരു നിമിഷത്തിനുള്ളിൽ ഇരുവരെയും കൊണ്ടുവന്നു. അവരോടൊപ്പം ബ്രഹ്മാവ് 33 കോടി ദൈവങ്ങളെ വിളിച്ചു. 330 ദശലക്ഷം ദേവന്മാരെ. അർദ്ധദേവന്മാരുടെ രാജാവ് ഇന്ദ്രൻ, സമ്പത്തിന്റെ ദേവൻ കുബേരൻ, വരുണൻ, ജലദേവൻ, 88,000 ദർശകർ, 9 നാഥന്മാർ, 84 സിദ്ധന്മാർ എല്ലാവരെയും വിളിച്ചു. ഒരു സമ്മേളനം മുഴുവനും നടന്നു. ബ്രഹ്മാവ് പറഞ്ഞു, ആരോ ഉറക്കത്തിൽ പിറുപിറുക്കുന്നത് പോലെയാണ് ഗരുഡൻ പറയുന്നത്. അവൻ എല്ലാ നുണകളും പറയുന്നു. അവൻ പറയുന്നു, നിങ്ങൾ ബ്രഹ്മാവ്, വിഷ്ണു, ശിവൻ ജനനത്തിലും മരണത്തിലും ഉണ്ട്. പ്രകൃതിയുടെ സൃഷ്ടാവ് ഞങ്ങളല്ലാതെ മറ്റൊരു ദൈവമുണ്ട്. അതിനാൽ ഗരുഡന്റെ മനസ്സിൽ ഏത് തരം ചിന്തകൾ വരുന്നുവെന്ന് ചർച്ച ചെയ്യാനാണ് ഞാൻ ഈ അസംബ്ലി വിളിച്ചത്. എല്ലാ ഋഷിമാരും ദർശകരും, അതായത് ആരാധകരും, ബ്രഹ്മാവും വിഷ്ണുവും ശിവനും ലോകത്തിന്റെ സൃഷ്ടാവായ ദൈവങ്ങളാണെന്ന് അവരുടെ അനുഭവം വിവരിക്കുന്നുവെന്ന് ബ്രഹ്മാജി പറയുകയായിരുന്നു. അവർ തന്നെ, അതായത് നിർഗുണൻ, രൂപരഹിതവും സഗുണം രൂപത്തിൽ പ്രകടമാക്കുന്നതിലൂടെയും ഒരു ദൈവിക പ്രവൃത്തി ചെയ്യുന്നു. അവർ ഒരിക്കലും മരിക്കുന്നില്ല. വിഷ്ണുവിന്റെ പ്രസ്താവന. पक्षीराज यह क्या मन में आई? पाप लगे बना आलोचक भाई, हमसे और कौन बडेरा दाता? हम है कर्ता और चौथी माता, तुमरी मति अज्ञान हर लेने, हम है पूर्ण कर्तार तीनी. വിവർത്തനം. വിഷ്ണു പറഞ്ഞു, പക്ഷിരാജാവേ, ഗരുഡേ, ഞങ്ങൾ ജനിക്കുകയും മരിക്കുകയും ചെയ്യുന്നുവെന്ന തെറ്റായ ചിന്ത എങ്ങനെ നിങ്ങളുടെ മനസ്സിൽ വന്നു? നിങ്ങൾ വിമർശനത്തിന് വിധേയരായി. ഞങ്ങളെക്കാൾ വലിയ ദൈവം ആരാണ്? ഞങ്ങൾ മൂന്നും നാലാമതായ അമ്മയും ഈ ലോകത്തിന്റെ സൃഷ്ടാക്കൾ മാത്രമാണ്. അജ്ഞത നിങ്ങളുടെ ബുദ്ധിയെ കീഴടക്കി. നിങ്ങൾ മറ്റൊരാളോട് പ്രകൃതിയുടെ സൃഷ്ടാവാകാൻ പറയുന്നു. ഞങ്ങൾ 3 പേരാണ് സമ്പൂർണ്ണ ദൈവം. ഞങ്ങൾ പ്രകൃതിയുടെ സൃഷ്ടാക്കളാണ്. മഹാദേവന്റെ പ്രസ്താവന. कह महादेव पक्षी है भोला, हृदय ज्ञान इन नहीं तोला, ब्रह्मा बनावे विष्णु पाले, हम सबका का करते काले, और बता गरुड़ अज्ञानी, ऋषि बतावे तुम नहीं मानी, चलो माता से पूछे बाता, निर्णय करो कौन है विधाता. सबने कहा सही है बानी, निर्णय करेगी माता रानी. सब उठ गए माता पासा, आपन समस्या करी प्रकाശ. പരിഭാഷ. മഹാദേവൻ, അതായത് ശിവജി പറഞ്ഞു, ഈ പക്ഷി നിരപരാധിയാണ്. അവൻ തന്റെ അറിവ് വിശകലനം ചെയ്യാതെയാണ് സംസാരിക്കുന്നത്. ബ്രഹ്മ ഒരു ജീവിയെ ഉൽപ്പാദിപ്പിക്കുന്നു. വിഷ്ണു പോഷിപ്പിക്കുകയും ഞാൻ നശിപ്പിക്കുകയും ചെയ്യുന്നു. അജ്ഞാനി ഗരുഡ്, നിങ്ങൾ ഞങ്ങളോട് പറയൂ, സർവശക്തനായ മറ്റൊരു ദൈവം ആരാണെന്ന്. അവിടെ സന്നിഹിതരായിരുന്ന സഭയിൽ ശ്രീ ശിവജി പറഞ്ഞു, സമ്പൂർണ്ണ ദൈവം ആരാണെന്ന് ഖണ്ഡിതമായി പറയുവാൻ നമുക്ക് ദുർഗാമാതാവിനോട് ആവശ്യപ്പെടാം. എല്ലാവരും ശിവജിയുടെ അഭിപ്രായത്തോട് യോജിച്ചു. അവരെല്ലാം പറഞ്ഞു, നീ പറഞ്ഞത് ശരിയാണ്, അമ്മ ദേവി വിധിക്കും. അസംബ്ലിയിൽ ഉണ്ടായിരുന്നവരെല്ലാം എഴുന്നേറ്റ് മാതാവിന്റെ അടുത്ത് ചെന്ന് തങ്ങളുടെ പ്രശ്നം പറഞ്ഞു. നിങ്ങളിപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സന്ത് രാംപാൽ മഹാരാജ് എഴുതിയ ജീവിക്കേണ്ട മാർഗം എന്ന പുസ്തകത്തിലെ പേജ് നമ്പർ 167. അമ്മ ദുർഗയുടെ പ്രസ്താവന. कहा माता गरुड़ बताओ, और करता है कौन समझाओ. വിവർത്തനം. മാതാവ് ഗരുഡനോട് ചോദിച്ചു, ഇവരിൽ നിന്ന് വ്യത്യസ്തമായ ലോകത്തിന്റെ സൃഷ്ടാവ് ആരാണെന്ന് നിങ്ങൾ ഞങ്ങളോട് പറയൂ. ഗരുഡന്റെ പ്രസ്താവന. माँ तुम जानत हो सारी, सच बता कहे न्याकारी, मैं सुना और आंखों देखा, करता अविगत अलग विशेषा, सभा में झूठी बात बनावे, वाका वंश समूला जावे, जहां से जन्म हुआ तुम्हारा, वह है सबका सर्जनहारा, वेद जाका नित गुण गावे, केवल वही एक अमर बतावे, मरहे ब्रह्मा विष्णु नरेशा, मरहे सब शंकर शेषा, अमर पुरुष सतपुर रहता, अपने मुख सत्य ज्ञान वह कहता, वेद कहे वह पंथरी पर आवे, भूले जीवन को ज्ञान बतलावे, क्या ये झूठे शास्त्र सारे, तुम व्यर्थ बन बैठे सिरजनहारे, मान बड़ाई छोड़ो भाई, ताकि भक्ति करे अमरापुर जाई, माता कहना साची बाता,
बताओ देवी है कौन विधाता। വിവർത്തനം. ഗരുഡൻ പറഞ്ഞു, അമ്മേ, നിനക്ക് എല്ലാം അറിയാം. ഒരു ന്യായാധിപൻ സത്യം പറയണം. ഒരു ജഡ്ജി നിയമസഭയിൽ കള്ളം പറഞ്ഞാൽ അവളുടെ വംശം നശിച്ചു പോകുമെന്നത് ദൈവത്തിന്റെ നിയമമാണ്. ഗരുഡൻ തുടർന്നു പറഞ്ഞു, അമ്മേ, അങ്ങേ സൃഷ്ടിച്ച പരമാത്മാവ് എല്ലാവരുടെയും സൃഷ്ടാവാണ്. ഞാൻ എന്റെ സ്വന്തം കണ്ണുകൊണ്ട് കാണുകയും തത്വദർശിയിൽ നിന്ന് കേൾക്കുകയും ചെയ്തിട്ടുണ്ട്. ആ സൃഷ്ടാവ് ദൈവികവും അവ്യക്തവും പ്രത്യേകവുമാണ്. അദ്ദേഹം വ്യത്യസ്തനാണ്. വേദങ്ങളിൽ അവന്റെ മഹത്വം ഏറ്റവും പരാമർശിച്ചിരിക്കുന്നു. വേദങ്ങളിൽ അനശ്വരനായി അവനെ വിശേഷിപ്പിച്ചിരിക്കുന്നു. ബ്രഹ്മാവും വിഷ്ണുവും ശിവനും മരിക്കും. ഭക്തിയുടെ യഥാർത്ഥ പാതയിൽ നിന്ന് വ്യതിചലിച്ച സദ്ഗുണമുള്ള ഉപാസകരാക്കുന്നു. അജ്ഞതയിലേക്ക് സത്യമാർഗത്തെ പറ്റിയുള്ള അവബോധം വേദങ്ങളിൽ പ്രകടമാണ്. ഈ ഗ്രന്ഥങ്ങളെല്ലാം വ്യാജമാണ്. അഹങ്കാരവും ശ്രേഷ്ഠതയും ഉപേക്ഷിച്ച് നിങ്ങളുടെ ആത്മാവിന്റെ ക്ഷേമം നേടുക. ആ സമ്പൂർണ്ണ ദൈവത്തെ ആരാധിക്കുക. അമ്മയെ നോക്കി ഗരുഡൻ അഭ്യർത്ഥിച്ചു. അമ്മേ, സത്യം പറയൂ, പ്രപഞ്ചത്തിന്റെ സൃഷ്ടാവ് ആരാണ്? അമ്മ ദുർഗയുടെ പ്രസ്താവന. माता कह सुनो रे पूता, तुम जोगी तीनों अवधूता। गरुड़ कहत है सच्ची बानी, ऐसे बचन कहा माता रानी। भक्ति करी ना मालिक पाए, अपने को तुम अमर बताए। वह करता है सबसे न्यारा, हम तुम सबका सृजनहारा। सब उठ गए अपने अस्थाना, साच बचन काहू नहीं माना। പരിഭാഷ. മാതാവ് ദുർഗാദേവി ബ്രഹ്മാവിനോടും വിഷ്ണുവിനോടും ശിവനോടും പറഞ്ഞു, മക്കളെ കേൾക്കൂ, നിങ്ങൾ 3 പേരും സ്വയം ആരാധിക്കുന്നവരാണ്. നിങ്ങൾ യഥാർത്ഥ ഭക്തി ചെയ്തിട്ടില്ല. നിങ്ങൾ ദൈവത്തെ കണ്ടെത്താത്തതിനാൽ നിങ്ങൾ സ്വയം അനശ്വരനായി വിചാരിക്കുന്നു. പ്രകൃതിയുടെ സൃഷ്ടാവ് എല്ലാവരിൽ നിന്നും വ്യത്യസ്തമാണ്. അദ്ദേഹം മാത്രമാണ് നിങ്ങളെയും ഞങ്ങളുടെ ആത്മാവിനെയും സൃഷ്ടിച്ചത്. അമ്മ ഇത് പറഞ്ഞപ്പോൾ എല്ലാ സഭാംഗങ്ങളും ബ്രഹ്മാവും വിഷ്ണുവും ശിവനും എഴുന്നേറ്റ് അവരവരുടെ സ്ഥലങ്ങളിലേക്ക് പോയി. പക്ഷെ അമ്മയുടെ പ്രസ്താവനകൾ അവർ പരിഗണിച്ചില്ല. സത്യം കേട്ടിട്ടും. നിങ്ങൾ ഇപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സന്ത് രാംപാൽ മഹാരാജ് എഴുതിയ ദ വേ ഓഫ് ലിവിംഗ്, ജീവിക്കേണ്ട മാർഗം എന്ന പുസ്തകത്തിലെ പേജ് നമ്പർ 168. ഗരുഡന്റെ പ്രസ്താവന. ब्रह्मा विष्णु मोहे बुलाया, महादेव भी वहां बैठ पाया। तीनों कहे कोई 2 प्रमाणा, तब हम तोहे साचा जाना। मैं कहा गुंगा गुड़ खावे, दुजे को स्वाद क्या बतलावे। मैं जात हूं सतगुरु पासा, ला प्रमाण करूं भ्रम विनाशा। त्रिदेव कहे लो परीक्षा हमारी, पूर्ण करे तेरी आशा सारी। हम ही मारे हम ही बचावे, हम रहत सदा निर्दावे। गरुड़ कहा हम करे परीक्षा, तुम पूर्ण तो लू तुम्हारी दीक्षा। उड़ा वहां से गुरु पासे आया, सब वंतात कह सुनाया। പരിഭാഷ. ശ്രീ ബ്രഹ്മാവ്, ശ്രീ വിഷ്ണു, ശ്രീ ശിവൻ എന്നിവർ ഗരുഡ്ജിയെ ശ്രീ വിഷ്ണു ലോകത്തിലേക്ക് വിളിച്ചു പറഞ്ഞു. ഓ ഗരുഡ്, ഞങ്ങൾക്ക് മുകളിൽ ഏതോ സർവശക്തൻ ഉണ്ടെന്നതിന് ചില തെളിവുകൾ തരൂ. കുറച്ച് അനുഭവം ഞങ്ങളോട് പറയൂ. അപ്പോൾ ഞങ്ങൾ നിങ്ങളുടെ പ്രസ്താവന പരിഗണിക്കും. സത്യമായിരിക്കാൻ. ഗരുഡ്ജി പറഞ്ഞു. ശർക്കര കഴിച്ചതിന് ശേഷം ഒരു ഊമയായ ഒരാൾക്ക് അതിന്റെ രുചി മറ്റാർക്കും വിശദീകരിക്കാൻ കഴിയില്ല. അവനു മാത്രമേ അതിന്റെ സന്തോഷം അനുഭവിക്കാൻ കഴിയൂ. അവൻ ആഹ്ലാദഭരിതനായി കാണപ്പെടുന്നു. അതുപോലെ എനിക്ക് എന്റെ അനുഭവം നിങ്ങളുമായി പങ്കിടാൻ കഴിയില്ല. യഥാർത്ഥ ആത്മീയ അറിവ് ഞാൻ കേട്ടു. എന്റെ സദ്ഗുരുവിൽ നിന്ന് ഞാൻ പൂർണ്ണമായ ദൈവത്തെ എന്റെ സ്വന്തം കണ്ണുകൊണ്ട് കണ്ടു. സദ്ഗുരുവിന് മാത്രമേ നിങ്ങളെ ദൈവത്തെ ദർശിപ്പിക്കാൻ കഴിയൂ. ഞാൻ എന്റെ സദ്ഗുരുവിന്റെ അടുത്തേക്ക് പോകും. നിങ്ങളുടെ സംശയം തീർക്കാൻ, നിങ്ങളെ വിശ്വസിപ്പിക്കാൻ ചില തെളിവുകൾ ഞാൻ കൊണ്ടുവരും. 3 ദൈവങ്ങൾ പറഞ്ഞു, ഞങ്ങളുടെ പരീക്ഷണം നടത്തുക. നിങ്ങളുടെ എല്ലാ ആഗ്രഹങ്ങളും ഞങ്ങൾ നിറവേറ്റും. ഇത് ഉൽപ്പാദിപ്പിക്കുന്നത് ഞങ്ങളാണ്. എല്ലാവരെയും നിലനിർത്തുന്നത് ഞങ്ങളാണ്. ഞങ്ങളാണ് കൊല്ലുന്നത്. ഞങ്ങൾ മരണത്തിൽ നിന്ന് മാത്രമേ രക്ഷിക്കൂ. ഞങ്ങൾ 3 പേർ പൂർണ്ണമായും സ്വതന്ത്രരാണ്. ഞങ്ങൾക്ക് കഴിയും. ഞങ്ങൾ ആഗ്രഹിക്കുന്നതെന്തും ചെയ്യും. ഗരുഡ്ജി പറഞ്ഞു, ഞാൻ നിങ്ങളെ പരീക്ഷിക്കും. നിങ്ങൾ സമ്പൂർണ്ണ ദൈവമാണെന്ന് തെളിയിക്കുകയാണെങ്കിൽ ഞാൻ നിങ്ങളുടെ ശിഷ്യനാകും. ഗരുഡ് അവിടെ നിന്ന് പറന്ന് സദ്ഗുരു കബീർജിയുടെ അടുത്തെത്തി. ജോഗ്ജിത്ത് എന്ന പേരിലാണ് കബീർജി അക്കാലത്ത് അവതരിച്ചത്.
അദ്ദേഹം ജോഗ്ജിത് ജിയോട് കബീർജിയോട് മുഴുവൻ വിവരണവും പറഞ്ഞു. സദ്ഗുരുവിന്റെ കബീറിന്റെ പ്രസ്താവന. गरुड़ सुनो बंग देश को जाओ, बालक मरेगा कहो उसे बचाओ, दिन 3 की आयु शेषा, करो जीवित ब्रह्मा विष्णु महेशा, फिर हम पास आना भाई, हम बालक को देवे जिवाई. बंग देश ने गरुड़ गयो, बालक लिया साथ, त्रिदेवा से अर्ज करी, जीवन दे बालक करो सुनात. പരിഭാഷ. കബീർജി പറഞ്ഞു, ഓ ഗരുഡ്, ഭാങ്ക രാജ്യത്തേക്ക്, നിലവിൽ ബംഗ്ലാദേശിലേക്ക് പോകൂ. അവിടെ ഒരു ആൺകുട്ടിക്ക് 3 ദിവസം കൂടി ജീവിക്കാനുണ്ട്. അവൻ മരിക്കും. ആ കുട്ടിയെ ബ്രഹ്മാവിന്റെയും വിഷ്ണുവിന്റെയും ശിവന്റെയും അടുത്തേക്ക് കൊണ്ടുപോകുക. അവരോട് ആവശ്യപ്പെടുക, അവനെ ജീവിപ്പിക്കണം. എന്നിട്ട് ആ കുട്ടിയെ എന്റെ അടുക്കൽ കൊണ്ടുവരിക. ഞാൻ അവനെ പുനരുജ്ജീവിപ്പിക്കും. സദ്ഗുരുവിന്റെ കൽപ്പന പ്രകാരം ഗരുഡ്ജി ആ ബാലനെ ബാങ് നാട്ടിൽ നിന്ന് കൂട്ടിക്കൊണ്ടുപോയി. ത്രിദൈവങ്ങളുടെ അടുക്കൽ ചെന്ന് അവരോട് അഭ്യർത്ഥിച്ചു, ഈ കുട്ടിയുടെ ആയുസ് വർദ്ധിപ്പിക്കുകയും അവന് കൂടുതൽ ആയുസ് നൽകുകയും ചെയ്യുക. അപ്പോൾ നിങ്ങളാണെന്ന് ഞാൻ അംഗീകരിക്കും, സർവശക്തനായ ദൈവം. നിങ്ങൾ ഇപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സന്ത് രാംപാൽ മഹാരാജ് എഴുതിയ ദ വേ ഓഫ് ലിവിംഗ്, ജീവിക്കേണ്ട മാർഗം എന്ന പുസ്തകത്തിലെ പേജ് നമ്പർ 169. ത്രിദേവിന്റെ പ്രസ്താവന. धर्मराज पर है लेखा सारा, बासे जाने सब विचारा, गरुड़ और बालक सारे गए धर्मराज दरबारे, धर्मराज से आयु जानी, दिन 3 शेष बखाने, या की आयु बढ़े नाही, मंत्यु अति न्यड़े आई, त्रिदेव कहे आए राखो लाजा, हम क्या मुख दिखावे धर्मराजा, धर्म के आपन आयु दे भाई, तो बालक की आयु बढ़ जाई, चले तीनों नहीं पार बसाई, बने बैठे थे समर्थ राई, सुन गरुड़ यह सत्य है भाई, आई मंत्यु न टाली जाई. പരിഭാഷ. എല്ലാ ജീവജാലങ്ങളുടെയും ജനന മരണങ്ങളുടെ കണക്ക് ധർമ്മരാജന്റെ പക്കലുണ്ടെന്ന് 3 ദേവന്മാർ പറഞ്ഞു. നമുക്ക് അവനോട് സംസാരിക്കാം. ഗരുഡനും ബാലനും 3 ദേവന്മാരും ധർമ്മരാജന്റെ, കാലബ്രഹ്മന്റെ ന്യായാധിപന്റെ ഓഫീസിൽ പോയി. ബാലന്റെ ജീവൻ എത്രമാത്രം അവശേഷിക്കുന്നുവെന്ന് അന്വേഷിച്ചു. അവന്റെ ആയുസിന്റെ 3 ദിവസങ്ങൾ അവശേഷിക്കുന്നുവെന്ന് അവർ കണ്ടെത്തി. കുട്ടി ഉടൻ മരിക്കാൻ പോകുകയാണെന്ന് ധർമ്മരാജ് പറഞ്ഞു. അവന്റെ ആയുസ് വർദ്ധിപ്പിക്കാൻ കഴിയില്ല. ത്രിദേവന്മാരും ധർമ്മരാജനോട് പറഞ്ഞു, അല്ലയോ ധർമ്മരാജ, ഞങ്ങൾ അങ്ങയുടെ കൊട്ടാരത്തിലെത്തിയിരിക്കുന്നു. ഞങ്ങളുടെ അന്തസ്സെങ്കിലും കാത്തു സൂക്ഷിക്കുക. ഈ ആൺകുട്ടിയുടെ ആയുസ് വർദ്ധിപ്പിക്കുക. ഈ ലോകത്ത് ഞങ്ങൾ എങ്ങനെ ബഹുമാനം നേടും? ധർമ്മരാജ് പറഞ്ഞു, നിങ്ങളിൽ ആരെങ്കിലും തന്റെ ജീവൻ നൽകിയാൽ അവൻ ജീവിക്കും. ആ കുട്ടിയുടെ ആയുസ് വർദ്ധിക്കും. ഈ പ്രസ്താവനകൾ കേട്ട് തങ്ങൾ ജനിക്കാത്തവരും സർവശക്തരുമാണെന്ന് അവകാശപ്പെട്ടിരുന്ന 3 ദേവന്മാരും എഴുന്നേറ്റുപോയി എന്ന് ഗരുഡൻ പറഞ്ഞു. അല്ലയോ ഗരുഡ്, മരിക്കാൻ വിധിക്കപ്പെട്ട ഒരാളുടെ മരണം തടയാൻ കഴിയില്ല എന്നത് സത്യമാണ് എന്ന് പറഞ്ഞ് മൂവരും പോയി. ഗരുഡന്റെ പ്രസ്താവന. समर्थ में गुण ऐसा बताया, आयु बढ़ावे और अमर करवाया, अब मैं जाऊं समर्थ पासा, बालक बचने की पूरी आशा, गया गरुड़ कबीर की शरणा, दया करो हो साहब जरना, विश्वास. പരിഭാഷ. ഗരുഡൻ പറഞ്ഞു, സർവശക്തനായ ദൈവത്തിന് ഈ ശക്തി ഉണ്ടെന്ന് പറയപ്പെടുന്നു. അദ്ദേഹത്തെ ആരാധിക്കുന്നവന്റെ ആയുസ് വർദ്ധിപ്പിക്കുകയും ജനന മരണങ്ങളെ എന്നേക്കുമായി അവസാനിപ്പിക്കുകയും ഒരുവനെ അനശ്വരനാക്കുകയും ചെയ്യുന്നു. ഇപ്പോൾ ഞാൻ സർവശക്തനായ ദൈവത്തിന്റെ അടുത്തേക്ക് പോകും. എനിക്ക് പൂർണ്ണ പ്രതീക്ഷയുണ്ട്. ഈ കുട്ടിയുടെ മരണം ഒഴിവാക്കണം. ഇതു പറഞ്ഞ് ഗരുഡൻ കുട്ടിയെ വീട്ടിലുപേക്ഷിച്ച് പരമാത്മാവായ കബീറിന്റെ അടുക്കൽ ചെന്ന് പറഞ്ഞു, ദൈവമേ, നിങ്ങളുടെ കഴിവ് ആളുകൾ വിശ്വസിക്കാൻ കുട്ടിയെ പുനരുജ്ജീവിപ്പിച്ച് കൃപ കാണിക്കൂ. കബീർ സാഹിബിന്റെ പ്രസ്താവന. सुनो गरुड़ एक अमर बानी, यह अमंत ले बालक पिलानी, जीवे बालक उमर बढ़ जावे, जग बिछरे बालक निर्दावे, बालक लाना मेरे पासा, नाम दान कर काल विनाशा, जैसा कहा गरुड़ ने कीन्हा, बालक कूण जा अमंत दीना, ले बालक तुरंत ही आए, सतगुरु से दीक्षा पाए, आशीर्वाद दिया सतगुरु स्वामी, दया करी प्रभु अंतर्यामी,
बदला धर्मराज का लेखा। ब्रह्मा विष्णु शिव आंखों देखा, गए फिर धर्मराज दरबारा। लेखा फिर दिखाओ तुम्हारा। धर्मराज जब खाता खोला, अचरज देख मुख से बोला, परमेश्वर का यह खेल निराला। उसका क्या करत है टाला, वो समर्थ राखन हारा। वाने लेख बदल दिया सारा। 100 वर्ष यह बालक जीवे, भक्ति ज्ञान सुधा रस पीवे। यह भी लेख इसी के माही, आंखों देखो झूठी नाही। देखा लेखा तीनों देवा, अचरज हुआ कहूं क्या भेवा। बोले ब्रह्मा विष्णु महेशा, परम पुरुष है कोई विशेषा। जो चाहे वह मालिक करसी, वाकी शरण फिर कैसे मरसी। पक्षीराज तुम साचे पाए, नाहक हम मगज पचाए। करो तुम जो मान मन तेरा, तुम्हारा गरुड़ भाग बड़ेरा। पूर्ण ब्रह्मा अविनाशी दाता, सच में है कोई और विधाता। इतना कह गए अपने धामा, गरुड़ और बालक करी प्रणामा। भक्ति करी बालक चितलाई, गरुड़ अरु बालक भये गुरु भाई। धर्मदास यह गरुड़ को बोधा, एक एक वचन कहा मैं सोधा। നിങ്ങൾ ഇപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സന്ത് രാംപാൽ മഹാരാജ് എഴുതിയ ദ വേ ഓഫ് ലിവിംഗ് ജീവിക്കേണ്ട മാർഗം എന്ന പുസ്തകത്തിലെ പേജ് നമ്പർ 170. പരിഭാഷ. പരമദൈവമായ കബീർ ഗരുഡന് തന്റെ പാത്രത്തിൽ നിന്ന് കുറച്ച് വെള്ളം നൽകി. ഇത് അമൃതവെള്ളമാണ്. ഇത് ആൺകുട്ടിക്ക് കൊടുക്കുക. ഇത് കുടിക്കുമ്പോൾ അവന് ദീക്ഷ എടുക്കാൻ തോന്നും. കാലന്റെ സമ്മർദ്ദം അപ്രത്യക്ഷമാകും. എന്നിട്ട് അവനെ കൊണ്ടുവരിക. ആ കുട്ടി എന്റെ അടുക്കൽ വന്ന് അവനെ എന്നിൽ നിന്ന് ദീക്ഷ എടുപ്പിക്കുക. അവന്റെ വരാനിരിക്കുന്ന, അതായത് കാൽ, മരണം ഇല്ലാതാക്കപ്പെടും. ഗരുഡ് സദ്ഗുരുവിന്റെ ആജ്ഞ അനുസരിച്ചു. ബാലന് അമൃത് കൊടുത്തു. അതോടെ ദീക്ഷ സ്വീകരിക്കാനുള്ള തീവ്രമായ ആഗ്രഹം അവനിൽ ഉടലെടുത്തു. ഗരുഡ് കുട്ടിയെ സദ്ഗുരുവിന്റെ അടുക്കൽ കൊണ്ടുവന്ന് ദീക്ഷ നൽകി. ദൈവം തന്റെ അനുഗ്രഹത്താൽ കുട്ടിയുടെ മേൽ കൃപ ചൊരിഞ്ഞു. ആ നിമിഷം തന്നെ ധർമ്മരാജന്റെ അക്കൗണ്ടിലെ എഴുത്തുമാറി. ധർമ്മരാജന്റെ കോടതിയിൽ പോയി ത്രിദേവങ്ങൾ തന്നെ ഇത് കണ്ടു. ധർമ്മരാജ് അത് വായിക്കുകയും കാണിച്ചു തരികയും ചെയ്തു. അതിൽ ഈ മനുഷ്യൻ 100 വർഷം ജീവിച്ചിരിക്കുമെന്നും അവനും ഭക്തി ചെയ്യുമെന്നും എഴുതിയിരുന്നു. സമ്പൂർണ്ണ ദൈവത്താൽ അവന്റെ പ്രായം വർദ്ധിപ്പിച്ചിരിക്കുന്നു. ധർമ്മരാജ് അത് വായിച്ചു. ബ്രഹ്മാവും വിഷ്ണുവും ശിവനും അവരുടെ കണ്ണുകൾ കൊണ്ട് അത് കണ്ടു. ഇത് കണ്ടപ്പോൾ ഇതെങ്ങനെ സംഭവിച്ചുവെന്ന് അവർ ആശ്ചര്യപ്പെട്ടു. അത് കണ്ട് ധർമ്മരാജ് പോലും ആശ്ചര്യപ്പെട്ടു. ഇത് പരമാത്മാവിന്റെ ദൈവിക പ്രവൃത്തിയാണ്. ദൈവം കാലന് എന്തും ചെയ്യാം. അതായത് കാലബ്രം അവനോട് ചെയ്യുമോ? കാലബ്രം നിർണയിക്കുന്ന മരണസമയം പരമേശ്വരന്റെ ആജ്ഞയാൽ അവസാനിക്കുന്നു. ആ മറ്റേ സർവശക്തനായ ദൈവം ജീവന്റെ രക്ഷകനാണ്. എന്റെ പുസ്തകത്തിലെ പഴയ രചനകളെല്ലാം അദ്ദേഹം മാറ്റിമറിച്ചു. ഈ കുട്ടി ഇപ്പോൾ 100 വർഷത്തോളം ജീവിച്ചിരിക്കും. അവനും ഭക്തി ചെയ്യും. ഇതിലും എഴുതിയിട്ടുണ്ട്, ഞാൻ കള്ളം പറയുന്നില്ല, നിങ്ങൾക്കത് കാണാൻ കഴിയും. അവരുടെ കണ്ണുകൾ കൊണ്ട് കണ്ടപ്പോൾ ബ്രഹ്മാജി, വിഷ്ണുജി, ശിവജി എന്നിവർ പറഞ്ഞു, ഇത് അതിശയകരമാണ്. യഥാർത്ഥത്തിൽ മറ്റൊരു പരമദൈവമുണ്ട്. അവൻ ആഗ്രഹിക്കുന്നതെന്തും ചെയ്യാൻ കഴിയും. അവന്റെ സങ്കേതത്തിൽ പോയ ഒരാൾ എങ്ങനെ മരിക്കും? പക്ഷികളുടെ രാജാവേ, ഗരുഡ് നിങ്ങളുടെ പ്രസ്താവന ശരിയാണെന്ന് തെളിഞ്ഞു. ഞങ്ങൾ നിങ്ങളോട് വ്യർത്ഥമായി തർക്കിച്ചു. നിങ്ങൾക്ക് ഇഷ്ടമുള്ളതെന്തും ചെയ്യാം. ഹേ ഗരുഡ്, നിങ്ങൾ വളരെ ഭാഗ്യവാനാണ്. ഇതും പറഞ്ഞ് മൂവരും അവരവരുടെ വാസസ്ഥലങ്ങളിലേക്ക് പോയി. ഗരുഡനും ബാലനും അവരെയും ധർമ്മരാജിനെയും വണങ്ങി. അങ്ങനെ ആ ബാലനും ഗരുഡനും ഗുരു സഹോദരന്മാരായി തീർന്നുവെന്ന് കബീർജി ധർമ്മദാസ് ജിയോട് പറഞ്ഞു. ഹേ ധർമ്മദാസ്, ഗരുഡൻ അഭയം പ്രാപിച്ചതിന്റെ കഥയാണിത്. അതായത് ഗരുഡ് ബോധ് ശ്രീ ഹനുമാൻജിയുടെ ഗുരുവായിരുന്നു. കബീർ സാഗറിൽ ഹനുമാൻ ബോധ് എന്ന അധ്യായത്തിന്റെ സംഗ്രഹം വായിക്കുക.